ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ഈ വീഡിയോ എടുക്കുന്നതിൽ. കാര്യം നമ്മളെപ്പോലുള്ള ഈ ഫസ്റ്റ് ഒരു കണ്ടൻറ്റും ഇല്ല ഫസ്റ്റ് തുടങ്ങിയ യൂട്യൂബേഴ്സിനൊക്കെ ഈ സ്റ്റോറി വളരെ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാര്യം നിങ്ങൾക്ക് വഴി മനസ്സിലാവും. ഓക്കെ, സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അതായത് കുറേ നാൾക്ക് മുന്നേ എനിക്ക് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹം. അപ്പം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ലുക്സ് ഒന്നുമല്ല. കുറേ നാൾക്ക് മുന്നേ എന്ന് വെച്ചാൽ എനിക്ക് 19 വയസ്സുള്ളപ്പോൾ തൊട്ട് ഇപ്പം എനിക്ക് 23 വയസ്സാണ്. 19 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കരമായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ അല്ല. ഇപ്പോൾ എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഫേസിലൊന്നും ഇടാനോ വെളുക്കുന്ന ക്രീം ഇടാനോ വെളുക്കുന്നത് വാരി പൊത്താനൊന്നും പറ്റില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും വിചാരിക്കുന്നു. അപ്പോൾ ഈ 19 വയസ്സുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഈ പറയുന്ന വ്യക്തി. ആരുമല്ല, നമ്മുടെ സ്വന്തം ഗ്ലാമി ഗംഗയാണ്. വാങ്ങാൻ പോവേണ്. പക്ഷെ എൻ്റെ ഒരു ടെൻഷൻ കണ്ടാൽ തോന്നുന്നു ഞാൻ കനൽക്കട്ടയാണ് കൈ കൊണ്ട് എടുക്കാൻ പോണ്. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, ആദ്യമായിട്ടാണ് ഈ യൂട്യൂബറിനെ കുറിച്ച് അറിയുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഒക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പുള്ളിക്കാരിയെ നന്നായിട്ട് അറിയാൻ പറ്റും. പുള്ളിക്കാരിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 19 വയസ്സുള്ളപ്പോൾ വെളുക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് പലതും എടുത്ത് മോന്തേ പിടിച്ചെങ്കിലും വിശ്വാസത്തോടെ ഓരോന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയത് ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ്. എനിക്കിപ്പോൾ 23 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് പുള്ളിക്കാരി ചേച്ചിയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടത് സംഭവം എന്ന് വെച്ചാൽ ഈ ചേച്ചിയുടെ ചേച്ചി പറയുന്ന എല്ലാം നമുക്ക് വിശ്വസിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ. കാര്യം ഹോം റെമഡീസൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബെനിഫിറ്റ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഞാൻ മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് അതേ കഴുത്തണ്ടില്ലേ ഹോർമോണിൻ്റെ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ കഴുത്തൊക്കെ കറുത്ത് പോകുന്നു, ചുണ്ടൊക്കെ കറുത്ത് പോകുന്നു, പിമ്പിൾസൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല, ഇത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും കള്ളങ്ങൾ പറഞ്ഞ് പരത്തുവാണ്. പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നത് 9 മന്തായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലാണ്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ അന്നോട്ടേ ഇങ്ങനെ ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണുമായിരുന്നു, പരീക്ഷിച്ച് നോക്കുമായിരുന്നു. നല്ല റിസൾട്ടൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ എന്നും അത് യൂസ് ചെയ്യുന്ന ആളല്ല. ചേച്ചി പറയാറുണ്ട് എന്നും യൂസ് ചെയ്യണം, എന്നും യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ പിന്നെയും വെളുക്കാൻ കുറച്ചുകൂടെ ആഗ്രഹം വന്ന് പിന്നെ യൂസ് ചെയ്യും, അങ്ങനെ. പക്ഷേ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ ചേച്ചിയുടെ ലൈഫ് സ്റ്റോറിയാണ് നമുക്ക്, ആ ചേച്ചിയുടെ സന്തോഷവും സങ്കടവും എല്ലാം വീഡിയോസിൽ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയും ഒക്കെ കടന്നു പോയിട്ടാണ് ആ ചേച്ചി ഇപ്പോൾ കാണുന്ന ഈ പൊസിഷനിലേക്ക് എത്തിയത്. സത്യം പറഞ്ഞാൽ ഒരുപാട് അഭിമാനമുണ്ട് ആ ചേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം ഉണ്ടെങ്കിൽ ആ ചേച്ചിയുടെ വീട്ടിലെ അമ്മയ്ക്ക് എന്തുമാത്രം അഭിമാനം ഉണ്ടായിരിക്കും. ഇന്നാണ് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഞാൻ ആ ഫുൾ വീഡിയോ ഇരുന്ന് കണ്ടത്. സത്യം പറയാലോ, അന്ന് തൊട്ട് ചേച്ചി അന്ന് വീഡിയോ ചെയ്യുമ്പോൾ ആ ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല. വാടക വീട്ടിൽ നിന്നിട്ടാണ് ആ ചേച്ചി വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഇന്നിപ്പം ഒരു വീടും ഒരു കാറും ചേച്ചിയുടെ ഒറ്റൊരാളുടെ അധ്വാനം കൊണ്ട് നേടാൻ കഴിഞ്ഞു. സത്യം പറയാലോ. അപ്പോൾ നമ്മളെ കൊണ്ടൊന്നും ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് പറ്റും, ആ ചേച്ചിയെ പോലെ നമുക്ക് കൊണ്ടും പറ്റും. അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ആ ചേച്ചിയുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പുള്ളിക്കാരുടെ അക്കൗണ്ടും ഫോട്ടോസൊക്കെ ഇതാണ്. സത്യം പറയുകയാണെങ്കിൽ ആ ചേച്ചിയുടെ പണ്ടത്തെ തൊട്ടേ വീഡിയോ കണ്ട് ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട്. മനസ്സിലായില്ലേ? ഒരു നെഗറ്റീവ് കമൻസ് ഇല്ലയെന്നല്ല, ചേച്ചിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, പറഞ്ഞത് കേട്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് എത്ര ദൂരത്തായാലും നമ്മൾ അത് നേടിയെടുക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ആ ചേച്ചിയെ കുറിച്ച് കണ്ടിട്ടാണ്. പിന്നെ അതിൻ്റെ ലൈഫ് സ്റ്റോറി ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒന്നുമില്ലായ്മ നിൽക്കുന്ന എന്നെപ്പോലെ യൂട്യൂബിൽ ഏണിങ്സ് ഒന്നും കിട്ടാതെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തോ ചെയ്യണം, ഇനി ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെ കൂടുമെന്ന് ഒരു പരിചയമില്ലാതെ എന്തോ ചെയ്യണമെന്ന് കണ്ണു തൊപ്പിച്ച് നിൽക്കുന്ന ഈ കുഞ്ഞു കുട്ടിയുടെ പോലെ നിൽക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി ആ ചേച്ചിയുടെ പ്രൊഫൈൽ എടുത്ത് വെച്ച് നോക്കുക. നമുക്ക് മോട്ടിവേഷൻ ആ ചേച്ചി പറയണ്ട, നമുക്ക് ആ ചേച്ചിയുടെ ഓരോരോ സ്റ്റെപ്പായിട്ടുള്ള ഉയർച്ചയിൽ നമുക്ക് മനസ്സിലാവും. സോ ആ ചേച്ചി വീഡിയോ കാണത്തില്ല, അഥവാ കാണുവാണെങ്കിൽ സത്യം പറയാൻ എനിക്ക് ആ ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ ഒന്നും എന്തായാലും ആ ചേച്ചി കാണത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇൻസ്പയർ ആവുന്നുണ്ട്, ഒരുപാട് പേര് മോട്ടിവേറ്റ് ആവുന്നുണ്ട്.
സത്യം പറയാമല്ലോ, എനിക്ക് വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് ഇടാൻ നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും പറ്റാറില്ല. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, ഫോണിൻ്റെ ക്ലാരിറ്റി കുറവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് കൂടുതലും പറ്റാറില്ല. പക്ഷേ പറ്റാറില്ലെങ്കിൽ പോലും ഇനിയും നമ്മളെക്കൊണ്ട് പറ്റും എന്ന് മനസ്സിലാക്കി തന്ന ആ ചേച്ചിയുടെ വീഡിയോസും ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ എനിക്കിത്രേ ഉള്ളൂ. എന്തായാലും ആ പ്രൊഫൈലെടുത്ത് നോക്കുക, ചേച്ചിനെ നോക്കുക. അറിയാത്തവരെന്തായാലും അറിയാൻ ശ്രമിക്കുക. എന്തായാലും എല്ലാവർക്കും ചേച്ചിനെ അറിയാം. കാണാത്തവർ വീഡിയോ കാണുക. നമുക്ക് ലോ ലെവലിൽ നിൽക്കുന്ന നമ്മൾ ഉയരുമെന്ന് ഒരു പ്രതീക്ഷ തോന്നുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ആ ചേച്ചി ഇടുന്നത്. അപ്പോൾ എന്നെപ്പോലെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി ഒരു വക അറിയില്ല, കണ്ടൻ്റൊന്നും ഇല്ലാത്തവർക്ക് ആ ചേച്ചി കണ്ട് പഠിക്കുക തന്നെ വേണം. ഗ്ലാമി ഗംഗ, ഈ ചേച്ചീനെ അക്ഷരം തെറ്റാതെ വിളിക്കാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ് എന്ന് അക്ഷരം തെറ്റാതെ പറയാം. ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടല്ലോ നമ്മൾ, ഒരുപാട് പേരുടെ യൂട്യൂബ് വീഡിയോസും ഒക്കെ കാണുന്നുണ്ട്. സത്യം പറയുമല്ലോ, കുറേ പേരുടെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കൾ, നമ്മുടെ സഹോദരങ്ങളൊക്കെ അതിൽ ചീത്തയായി പോകും. അത്രയ്ക്ക് വൃത്തികേടുകളൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റാത്ത തരത്തിൽ ഉള്ള പല വൃത്തികേടുകളുമാണ് കാണുന്നത്. പക്ഷേ ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോഴത്തേക്കും നമുക്ക് മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫ് നടക്കുന്നത് കൊണ്ടും നമുക്കിത് കാണുന്നതിൽ യാതൊരു പ്രശ്നവും വരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള നല്ല യൂട്യൂബേഴ്സ് ഇപ്പോഴും വളർന്നു വരുന്നത് കൊണ്ട് നമ്മളും അത് കണ്ട് വളർന്നു വരാൻ ശ്രമിക്കും. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇന്നു മുതൽ എന്തായാലും ആ ചേച്ചിനെ പോലെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഒക്കെ കിട്ടാനും, എനിക്കെന്തായാലും ബ്യൂട്ടി വ്ളോഗറൊന്നും ആവാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. നല്ലൊരു കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള തലയൊക്കെ ഒപ്പിച്ചുകൊണ്ട് ഞാൻ ശ്രമിക്കും. ശ്രമത്തിലൂടെയാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർ കണ്ട് ആ ചേച്ചിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും വീഡിയോ. അറിയാത്തവരായിട്ട് ആരും കാണില്ല, എന്നാലും ഇനിയും അറിയാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളെ മിസ് ചെയ്തു, നല്ലൊരു യൂട്യൂബറെ നിങ്ങൾ മിസ് ചെയ്തു എന്ന് വേണം പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് താങ്ക് യു. ഇനിയും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണം. കാര്യം ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. നമ്മളെപ്പോലെ വളരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ വളരാനെന്ന് വെച്ചാൽ നമ്മൾ ഫെയിം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് സിറ്റുവേഷനിൽ കൂടെയാണ് വരുന്നത്. അപ്പം നമുക്കൊരു ഏണിങ്സൊക്കെ ആവുകയാണെങ്കിൽ വളരെയധികം ഉപകാരം ഉണ്ടാവും. അല്ലാതെ നമുക്ക് ശ്രമിക്കാതെ എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലീനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇതിലൂടെയൊക്കെ ആയിരിക്കും. അത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വീഡിയോ ഇട്ടു നാളെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏണിങ്സ് കിട്ടുന്നവരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് വേണ്ടി ഒരു ഉദാഹരണം തന്നെയാണെന്ന് തോന്നുന്നു ഗ്ലാമി ഗംഗ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.